എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തർക്കത്തിൽ പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി വിമത വിഭാഗം. സംസ്ഥാന പോലീസ് മത പോലീസായി പ്രവർത്തിക്കുന്നുവെന്ന് വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ സർക്കാർ നിയോഗിച്ചതെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. വൈദികരെ വലിച്ചിഴച്ചതിനെതിരെ ഡിജിപിക്കും കമ്മീഷണർക്കും പരാതി നൽകുമെന്നും ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ പറഞ്ഞു. എറണാകുളം ബസിലിക്കയിലെ വൈദികരുടെ നിരാഹാര സമരത്തിൽ പോലീസ് ബലം പ്രയോഗിച്ചെന്ന് വൈദികർ ആരോപിച്ചു. അവരെ മുറിയിൽ നിന്ന് വലിച്ചഴച്ച് ഇവിടെ വരെ എത്തിച്ചു. പോലീസ് അനീഷ് ജോയ് എന്ന CIയും കൂട്ടരുമൊക്കെയാണ് ഇത് ചെയ്തത്. അവരവിടെ നിന്ന് വലിച്ചഴിച്ച് പോലീസ് അതിക്രമമാണ് കാണിച്ചത്. ഞാൻ അവരോട് പറഞ്ഞു, ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്, 78 വയസ്സായി, എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല. അവരെന്നെ പിടിച്ച് വലിച്ച് ഇഴച്ചാണ് കൊണ്ടുവന്നത്. ഇവിടെ വരേക്കും പോലീസുകാർ പിടിച്ച് വലിച്ച് ഇവിടെ വരെ എത്തിച്ചു. എന്നെ ശാരീരികമായിട്ട് അവരൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ പോലും എന്നെ പിടിച്ച് വലിച്ചാണ് കൊണ്ടുവന്നത്. 2 കൈകളും 2 കാലുകളും പിടിച്ച് 2 കൈമേയും കാലുമേയും പിടിച്ച് വലിച്ചഴിച്ച് അവർ വരെ കൊണ്ടുവന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തർക്കത്തിൽ പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി വിമത വിഭാഗം. സംസ്ഥാന പോലീസ് മത പോലീസായി പ്രവർത്തിക്കുന്നുവെന്നാണ് വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ ആരോപിക്കുന്നത്. ബീന റാണി ചേരുന്നു. ബീന, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, കഴിഞ്ഞ കുറേ നാളുകളായി നിലനിൽക്കുന്ന ഏകീകൃത കുർബാന തർക്കത്തിൻ്റെ പിന്തുടർച്ച എന്നോണമാണ് ഇന്ന് രാവിലെ എറണാകുളം ബസിലിക്ക അതിരൂപത ആസ്ഥാനത്ത് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. രാവിലെ ഉറങ്ങുകയായിരുന്ന ഏതാനും വൈദികരെ, അതായത് സമരത്തിലേർപ്പെട്ടിരുന്ന ഏതാനും വൈദികരെ പോലീസ് എത്തി വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു എന്നാണ് ഇപ്പോൾ ഇവർ ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷം ഇവിടെ അപ്പോൾ തന്നെ ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് പോലീസിൻ്റെ ഭാഗത്തു നിന്നല്ല ഇത്തരമൊരു നടപടി ഉണ്ടായത്, ക്രൈംബ്രാഞ്ച് SP ആണ് അവിടെ എത്തി ഇതുപോലെ വൈദികരെ വലിച്ചിഴച്ച് കൊണ്ടുവന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഇപ്പോൾ ആരോപിക്കുന്നത് ഇത് സർക്കാരിൻ്റെ നയപരമായ തീരുമാനമാണ് എന്നാണ് പോലീസും വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സർക്കാർ ഒരു മത പോലീസായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനത്തിൽ തന്നെ വലിയ മാറ്റം ഉണ്ടാകുമെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ബസിലിക്കയിൽ നിന്ന് ഈ സമരത്തിൽ നിന്ന് ഇവർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. എന്തായാലും പിരിഞ്ഞു പോകില്ല എന്ന് തന്നെയാണ്. പ്രാർത്ഥനാ യജ്ഞവുമായി ഇവിടെ തന്നെ ഇരിക്കും എന്നാണ് ഇവർ ഇപ്പോൾ അറിയിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി വൈദികർ ഇത്തരത്തിൽ സമരത്തിലാണ്. കാരണം ചില അഡ്മിനിസ്ട്രേറ്റർമാർ ഭരണമേറ്റെടുത്തതിനെ തുടർന്ന് ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന നിർബന്ധവും സിനഡിൻ്റെ ഭാഗത്തു നിന്നും മറ്റും ഉണ്ടായപ്പോൾ ഇവർ ചില വൈദികർ അത് നടപ്പാക്കാൻ കൂട്ടാക്കിയില്ല. ആ വൈദികർക്കെതിരെയാണ് സഭാ നേതൃത്വം നടപടിയെടുത്തത്. ഏതാനും വൈദികരെ പുറത്താക്കുകയും ഒപ്പം തന്നെ ചിലരെ അവിടെ നിന്ന് സ്ഥലം മാറ്റുകയും മറ്റും ചെയ്തിട്ടുണ്ട്. ഇതിനെ തുടർന്ന് നിരന്തരമായി ഇവർ സമരത്തിലേർപ്പെട്ടിരിക്കുകയായിരുന്നു. ഇന്നലെ സിനഡ് നടക്കുമ്പോൾ തന്നെ ഏതാനും വൈദികർ പുറത്ത് സമരവുമായി എത്തിയിരുന്നു. അതിനെ തുടർന്ന് ഇവരിവിടെ നിരാഹാര സമരം തുടരുന്നുണ്ടായിരുന്നു. ആ നിരാഹാര സമരം നടത്തിയ 21 വൈദികരാണ് ഇന്ന് രാവിലെ പോലീസ് നടപടിക്ക് വിധേയരാകേണ്ടി വന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നടന്ന സംഭവത്തിൽ DGPക്കും കമ്മീഷണർക്കും ഇവർ പരാതി നൽകുന്നുണ്ട്. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇവർ വ്യക്തമാക്കുമ്പോൾ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപത അഡ്മിനിസ്ട്രേറ്റർമാർ ബോസ്കോ പുത്തൂരും അതുപോലെ തന്നെ മേജർ ആർച്ച് ബിഷപ്പും പങ്കെടുക്കുന്ന ഒരു ചർച്ചയ്ക്ക് മാത്രമേ തയ്യാറാവുള്ളൂ. എന്തായാലും ബീന സൂചിപ്പിച്ചതുപോലെ ഏറെ നാളുകളായി നിൽക്കുന്ന ഒരു തർക്കമാണ്. പക്ഷേ പലപ്പോഴും ഇത് സംഘർഷ സാധ്യതയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. പോലീസ് നടപടിക്കെതിരെ വിമത വിഭാഗം പ്രതിഷേധം ശക്തമാക്കുമ്പോൾ സംസ്ഥാന പോലീസിനെതിരെയും വൈദിക സമിതി സെക്രട്ടറി ആരോപണം ഉന്നയിക്കുന്നുണ്ട്. സംസ്ഥാന പോലീസ് ഒരു മത പോലീസായി മാറി എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും സർക്കാർ നിയോഗിച്ചത് അതനുസരിച്ചാണ് പ്രവർത്തിച്ചത് എന്നാണ് പോലീസ് ഔദ്യോഗികമായി അറിയിക്കുന്നത്. ഈ ഒരു തർക്കം ഇത് സംഘർഷ സാധ്യതയിലേക്ക് തുടർന്നും പോകാതിരിക്കാൻ ഒരു സമവായ ശ്രമത്തിലേക്കും ചർച്ചയിലേക്കും ഒക്കെ എത്തിച്ചേ മതിയാകുകയുള്ളൂ. ഇതിലൊരു അന്തിമ നടപടി എന്നോണം ഏതു രീതിയിലായിരിക്കണം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? കാരണം ഇത് എത്ര നാൾ ഇങ്ങനെ ഈ തർക്കം തുടരാനാണ് സാധ്യത ബീന? അതുകൊണ്ട് തന്നെ ഇതൊരു സമവായത്തിലെത്തേണ്ടത് വലിയ ആവശ്യമായി മാറിയിരിക്കുകയല്ലേ?
ഏതാണ്ട് 2017 തുടങ്ങിയ തർക്കമാണിത്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകളും വാദപ്രതിവാദങ്ങളും മറ്റും നടന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിന് ശേഷം നടന്ന സിനഡുകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന ഒരു തീരുമാനം വന്നിരുന്നു. ഒരവസരത്തിൽ വത്തിക്കാൻ വരെ ഇതിൽ ഇടപെടുകയും മാർപ്പാപ്പ നേരിട്ട് പ്രസ്താവന ഇറക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അൽമായ മുന്നേറ്റവും ഒരു വിഭാഗം വൈദികരും ഇപ്പോഴും ഏകീകൃത കുർബാനയ്ക്ക് എതിരാണ്. ജനാഭിമുഖ കുർബാന നടപ്പാക്കുകയുള്ളൂ എന്ന നിലപാടിൽ തന്നെ നിലനിൽക്കുകയാണ്. ഇന്നിപ്പോൾ രാവിലെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതിനാൽ ചർച്ച നേരത്തെ ആവശ്യപ്പെട്ടതാണ്. എന്നാൽ അത്തരമൊരു ചർച്ചയ്ക്ക് അവർ തയ്യാറായിരുന്നില്ല. മറിച്ചൊരു പോലീസ് നടപടിയാണ് ഉണ്ടായത്. അതിനാൽ സമരം തുടരാൻ തന്നെയാണ് തീരുമാനം. അതേസമയം ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഇവർ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ചർച്ച എത്രത്തോളം ഫലപ്രദമാകുമെന്ന് കണ്ടറിയണം. കാരണം നേരത്തെയും ഇതുപോലെ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നതാണ്. ഏകീകൃത കുർബാന എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ജനാഭിമുഖ കുർബാന എന്ന സഭാ നേതൃത്വം ഉറച്ചു നിൽക്കുകയും ജനാഭിമുഖ കുർബാന എന്ന ആത്മായ മുന്നേറ്റവും ഏതാനും ഒരു വിഭാഗം വൈദികരും ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ചർച്ച എത്രത്തോളം പ്രായോഗികമാണെന്ന് ഇവർക്ക് തന്നെ വലിയ ഒരു അതുമായി ബന്ധപ്പെട്ട് വലിയൊരു നിശ്ചയമില്ല. അതിന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തർക്കത്തിലെ പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് വിമത വിഭാഗം. സംസ്ഥാന പോലീസിന്റെ നടപടിയെ വിമർശിക്കുന്നു വിമത വിഭാഗം വൈദികർ. സംസ്ഥാന പോലീസ് മത പോലീസായി പ്രവർത്തിക്കുന്നു എന്നാണ് അവർ ആരോപിക്കുന്നത്. സർക്കാരിന്റെ പോലീസിന്റെ ഗുണ്ടായുസം ബിന, ഇപ്പോൾ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്ന കാഴ്ചകളാണല്ലോ കാണാൻ കഴിയുന്നത്. ദൃശ്യങ്ങളിൽ അവിടെ ബസിലിക്കയ്ക്ക് മുന്നിലാണോ ഇത്തരത്തിൽ പ്രതിഷേധവുമായി കുത്തിയിരിക്കുന്നതും ഒരു വിഭാഗം മുദ്രാവാക്യങ്ങളുമായി മുന്നേറുന്നതും? രോഹിണി, നിലവിൽ എറണാകുളം അങ്കമാലി അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ ഇതുവഴി കടന്നു പോകുന്നു എന്നതിനാൽ തന്നെ ഇവർ കൂടുതൽ മുദ്രാവാക്യങ്ങളുമായി കൂടുതൽ സംഘർഷ അവസ്ഥയിലേക്ക് നീങ്ങാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. കൂടുതൽ പോലീസും രംഗത്തെത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വൈദിക സുഹൃത്തുക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്നലെ രാത്രിയിൽ നടന്ന പോലീസിന്റെ നിയമവിരുദ്ധമായ നടപടിയാണ്. നമ്മുടെ സഭയുടെ ബന്ധപ്പെട്ട് അൽമായ മുന്നേറ്റം പ്രതിനിധി റിജു കാഞ്ഞൂക്കാരൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അതിരാവിലെ പോലീസ് വന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ വളരെ സമാധാനപരമായി അവരുടെ സ്വന്തം മേൽവിലാസമുള്ള അവരുടെ ബിഷപ്പ് ഹൗസിൽ സമാധാനമായി കിടന്നുറങ്ങിയിരുന്ന 21 വൈദികരെ 170ഓളം പോലീസുകാരാണ് അകത്ത് കയറി വലിച്ചഴച്ചു കൊണ്ടുവന്നത്. വലിച്ചഴച്ചു കൊണ്ടുവന്നില്ല എന്നിവർ പറയുന്നു. ഇനി വലിച്ചഴച്ചു കൊണ്ടുവരുന്നതിന്റെ CCTV ഫുട്ടേജ് ഞാൻ മുഴുവൻ മാധ്യമങ്ങളിലും കൊടുത്തിട്ടുണ്ട്. മുഴുവൻ പോലീസുകാർ പറഞ്ഞത് ACP ജയകുമാർ പറയുന്നത് സർക്കാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്തു നിങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത്. സർക്കാർ എന്ത് നിലപാട് എന്താണ് സർക്കാർ പറയട്ടെ. സർക്കാർ പറഞ്ഞിട്ടില്ല എങ്കിൽ ജയകുമാറിനോട് അത് വിശദീകരണം ചോദിക്കട്ടെ. ഞങ്ങളുടെ വൈദികരെ, ഞങ്ങളുടെ വിശ്വാസത്തെ മുറിവേൽപ്പിക്കാൻ ഒരാളെയും ഞങ്ങൾ സമ്മതിക്കില്ല. അതിന് ജീവൻ പോയാലും ഞങ്ങൾ പ്രതിഷേധവുമായി ഇവിടെ തുടരുക. ഈ ക്രിമിനൽ കൂലിയെ ഒരു നിമിഷം കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ ഇവിടെ തുടരാൻ ഞങ്ങൾ അനുവദിക്കില്ല. രോഹിണി, അത് തന്നെയാണ് ഇവർ വീണ്ടും വ്യക്തമാക്കുന്നത്. പോലീസ് യാതൊരു അറസ്റ്റ് വാറണ്ടും ഇല്ലാതെയാണ് ഇന്ന് രാവിലെ സമരം ചെയ്യുന്ന വൈദികരെ വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുപോയത്. അറസ്റ്റ് വാറണ്ട് ലഭിച്ചിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ അതുമായി കൃത്യമായ നടപടിയാണെങ്കിൽ അറസ്റ്റ് വരിക്കാൻ തന്നെയായിരുന്നു തീരുമാനമെന്ന് ഇവർ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അത് അത്തരത്തിൽ യാതൊരു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് രാവിലെ പോലീസ് എത്തി
നടത്തി ഈ ബിഷപ്പുമാരെ വലിച്ചഴച്ചതെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോലീസ് നടപടി സർക്കാരിൻ്റെ നയപരമായ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഇവർ ഉന്നയിക്കുന്നത്. സർക്കാർ മത പോലീസാണോ എന്ന് ചോദിക്കുന്നത് കൊണ്ട് തന്നെ സർക്കാരിനെതിരെ നടപടി രാഷ്ട്രീയ തീരുമാനം വരെ ഇത്തരത്തിൽ എടുക്കേണ്ടി വരുമെന്ന് ഇവർ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ പക്ഷെ ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. പോലീസ് നിഷ്പക്ഷമായിട്ട് നീതി നടപ്പിലാക്കാൻ വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ്. ആ പ്രവർത്തനമില്ലാതെ ഏതെങ്കിലും സർക്കാരിന്റെ വാക്കുപ്രകാരം നിഷ്കളങ്കരായ ഞങ്ങൾക്ക് അവകാശമുള്ള ഞങ്ങളുടെ ഭവനത്തില് ഞങ്ങളുടെ അഡ്രസ് അതിരൂപതയാണ് ഞങ്ങളുടെ അഡ്രസ്. ഈ ആസ്ഥാന ഭവനത്തില് ഇരച്ചു കയറി 500 പോലീസ് അവിടെയും ഇവിടെ വളഞ്ഞു ഇരച്ചു കയറി 25-21 പേര് നിഷ്ഠൂരമായിട്ട് വലിച്ചഴിച്ചുകൊണ്ടെന്ന് മാലിന്യം തള്ളുന്നത് പോലെ ഈ ഗ്രൗണ്ടിൽ തള്ളിയിട്ടിരിക്കുകയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തർക്കത്തിൽ ഇപ്പോൾ പ്രതിഷേധം ശക്തമായിരിക്കുന്ന തത്സമയ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് വിമത വിഭാഗം. സംസ്ഥാന പോലീസ് മത പോലീസായി പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈദികരെ അടക്കം പോലീസ് വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. നിരാഹാര സമരം അവർ സമാധാനപൂർവ്വമായി നടത്തുകയായിരുന്നു. പക്ഷേ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അല്പം മുൻപ് ഇതിനെതിരെ സംസാരിച്ചത് അൽമായ മുന്നേറ്റ വക്താവ് റിജു കാഞ്ഞൂക്കാരൻ ആയിരുന്നു. ശക്തമായ പ്രതിഷേധം തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്.